പ്രിയപ്പെട്ട ഷാലോം ടി വി പ്രേക്ഷകരെ, ഷാലോം ടി വി പ്രക്ഷേപണം ചെയ്യുന്ന എലിയോസ് എന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്കാ സഭ കരുണയുടെ വിശുദ്ധ വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. 2015 ഡിസംബർ 8 അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് തുടങ്ങി 2016 നവംബർ 20 ക്രിസ്തുരാജൻ്റെ തിരുനാളിന് അവസാനിക്കത്തക്ക വിധത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കരുണയുടെ വിശുദ്ധ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വചനം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ എന്ന വചനമാണ് ഈ കരുണയുടെ വിശുദ്ധ വർഷത്തിലെ മുദ്രാവാക്യമായി മാർപ്പാപ്പ നമുക്ക് തന്നിരിക്കുന്നത്. കരുണ നേടുവാനും കരുണ കാണിക്കുവാനും ആളുകളെ പ്രചോദിപ്പിക്കുവാനുമാണ് ഷാലോം ടി വിയിലൂടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ, ഒന്ന് ബഹുമാനപ്പെട്ട ജോസഫ് പാമ്പ്ളാനി അച്ഛൻ. അച്ഛൻ തലശ്ശേരി അതിരൂപതയിലെ അംഗമാണ്. ബൈബിളിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ്. തലശ്ശേരി അതിരൂപതയുടെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. ബഹുമാനപ്പെട്ട പാമ്പ്ളാനി അച്ഛനെ ഈ ചർച്ചയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് എൻ്റെ മുമ്പിലിരിക്കുന്നത് മിസ്റ്റർ ഡൊമിനിക് കെ, ആലുവ സ്വദേശിയാണ്. ആലുവയിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ ആലയത്തിൻ്റെ സാരഥിയാണ്. കരുണയുടെ മനുഷ്യമുഖം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാക്കി തരുന്ന ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ ഡൊമിനിക്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ജോലി രാജിവെച്ച് മുഴുവൻ സമയം കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ ഡൊമിനിക് സവിയോയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത് എൻ്റെ അടുത്തിരിക്കുന്നത് മിസ്റ്റർ വി അഗസ്റ്റിൻ. ഇടുക്കി തങ്കച്ചായൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാകും. ആലപ്പുഴ സ്വദേശിയാണ്. KSTയുടെ വൈസ് ചെയർമാനാണ്. ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഏകസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ ചർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. സ്വാഗതം ചെയ്യുന്നു. നാലാമത് നമ്മുടെ മുമ്പിലിരിക്കുന്നത് സിസ്റ്റർ ജസ്ലിൻ റോസ് MSMI. നമുക്ക് ഏവർക്കും പരിചിതമായ കുളത്തുവയൽ NRC ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് പ്രോഗ്രാം കോർഡിനേറ്ററാണ് സിസ്റ്റർ. പഠിക്കുന്ന കാലത്ത് ജീസസ് യൂത്തിലൂടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്ന വ്യക്തിയാണ്. ജീസസ് യൂത്ത് അനുഭവമാണ് ഒരു സിസ്റ്ററാകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് സിസ്റ്റർ തന്നെ പറയാറുണ്ട്. കഴിഞ്ഞ 15 വർഷമായി ധ്യാനരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററിൻ്റെ സാന്നിധ്യവും ഈ ചർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും. സിസ്റ്ററെയും പ്രത്യേകമായിട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് ഈ ശുദ്ധീകരണ ആത്മാക്കൾ. നമുക്കറിയാം, അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചാൽ ഫലമില്ല. എന്നാൽ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഈ കരുണയുടെ വർഷത്തിൽ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുർബാനയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് വിശദീകരിച്ചാൽ ഒത്തിരി പേർക്ക് അത് ഉപകാരമായിരിക്കും. തീർച്ചയായും. അതായത് സഭയുടെ എക്കാലത്തെയും പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പലരും ചോദിക്കാറുണ്ട്, മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യമെന്ന്. മരിച്ചു പോയില്ല, അതാണ് അതിൻ്റെ അടിസ്ഥാന വ്യത്യാസം. അവർ ഈ സഭയിലുണ്ട് ഇപ്പോഴും. അതായത് ഈ ശുദ്ധമാന സഭ എന്ന് പറയുന്നത് സ്വർഗത്തിലെ വിജയിച്ച വിശുദ്ധാത്മാക്കളും അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന സഹനസഭയും ഭൂമിയിലെ സമരസഭയും ചേർന്നതാണ് ഈ സഭ. അതുകൊണ്ട് മരിച്ചവർ മരിച്ചു പോയില്ല, അവർ സഭയിൽ തന്നെ ഉണ്ട്.
ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ട് എങ്കിൽ അതുപോലെ തന്നെ അർത്ഥമുണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന്. ആകെ കൂടി പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലാത്തത് നരകത്തിൽ പോയവർക്ക് വേണ്ടി. നരകത്തിൽ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല, അത് സത്യമാണ്. പക്ഷേ ആരാ നരകത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ ഇതുവരെയും ഇന്നയാൾ നരകത്തിൽ പോയി എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് എല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലരും ചോദിക്കാറുണ്ട്, ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മൾ സഭ അവരെയും വിധിക്കുന്നില്ല, അവർ നരകത്തിൽ പോയി എന്നൊന്നുമല്ല. അവരുടെ അന്നേരത്തെ മാനസിക വിഷമവും സമ്മർദ്ദവും താങ്ങാൻ ആ പാവം മനുഷ്യർക്ക് കഴിയാതെ പോയതുകൊണ്ട് അവരങ്ങനെ ഒരു അവിവേകം ചെയ്തു. പക്ഷെ അതവരുടെ നിത്യനാശത്തിന് കാരണമായി എന്ന് സഭയുടെ ഒരു കാലത്തെയും ഒരു പ്രബോധനത്തിലും നൽകിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റിയല്ല എന്ന് അച്ഛൻ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈശോ തന്നെ പറഞ്ഞു, ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരുന്നു. വാസ്തവത്തിൽ മരണശേഷം മനുഷ്യന് മാനസാന്തരപ്പെടാൻ പറ്റില്ല. മരണശേഷം നരകത്തിൽ പോയ ആത്മാക്കളെ, കേരളത്തിൽ തന്നെ ചില ഗ്രൂപ്പുകാരുണ്ടായിരുന്നു, നരകത്തിൽ വീണുപോയ ആത്മാക്കളെ മാമോദീസ മുക്കി രക്ഷിച്ച് ധ്യാനം പ്രസംഗിച്ച് സ്വർഗത്തിൽ കയറ്റിവിടാം എന്നവർ വാഗ്ദാനം ചെയ്തിരുന്നു. അവർ തലകുത്തി ചക്രശ്വാസം വലിച്ച് ധ്യാനം പ്രസംഗിച്ചാലും അവർ കയറിപ്പോവുകയില്ല. കാരണം എന്താ? അവർ നിത്യനാശത്തിലാണ്. നിത്യതയെ അതിജീവിക്കാൻ മനുഷ്യൻ്റെ ഏതെങ്കിലും പരിശ്രമം കൊണ്ട് പറ്റുമോ? ഇല്ല. പിന്നെ സ്വർഗത്തിലായവർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമില്ല. എൻ്റെ ഈശോയെ അന്തോനീസ് പുണ്യാളനെ കാത്തോളനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം അവർ സ്വർഗത്തിലാണ് ഓൾറെഡി. ആവശ്യമുള്ളത് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ഭൂമിയിലെ സമരസഭ സഹനസഭയ്ക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഞാൻ എൻ്റെ അപ്പന് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പുണ്യം എൻ്റെ അപ്പന് മാത്രമായിട്ട് കിട്ടും എന്നല്ല. ഞാനെന്ന വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ സമരസഭയുടെ പ്രാർത്ഥനയാണ്, സഹനസഭയ്ക്ക് വേണ്ടി. അതായത് ഈ പ്രാർത്ഥനയ്ക്കൊരു സഭാത്മക മാനമുണ്ട്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരായ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും അതിൻ്റെ വരപ്രസാദം ദൈവം ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സഭാപരമായൊരു മാനമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ കുർബാന ചൊല്ലി കഴിയുമ്പോൾ ചില അമ്മച്ചിമാർ പറയുമായിരുന്നു, അയ്യോ ദാസന് വേണ്ടിയല്ല അച്ഛൻ ചൊല്ലിയത്, ദാസർ എന്ന് ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് വഴക്കുകൊണ്ട് വരുവായിരുന്നു. വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ ആ വ്യക്തിക്കും ആ വ്യക്തി അംഗമായിരിക്കുന്ന സഹനസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും അതിൻ്റെ കൃപ കിട്ടും. അല്ല എങ്കിലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലെ സമ്പന്നന്മാർ സ്വർഗവും ചുളുവിൽ അടിച്ചു മാറ്റിയെടുത്ത്. കാരണം എന്താ? അവർ കുറേ കുർബാനയും ഗ്രിഗോറിയും കുർബാനയും ഒക്കെ കേട്ട് ചെല്ലിച്ചേച്ചിട്ട് അവർ പെട്ടെന്ന് സ്വർഗത്തിൽ കയറിപ്പോകും എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഗ്രിഗോറിയും കുർബാന ചെല്ലിക്കാൻ പറ്റുന്നവർക്ക് അത് ചെല്ലാം. കുർബാനകളോ മറ്റെന്തെങ്കിലുമൊക്കെ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാം. അവയുടെ എല്ലാം പുണ്യം ശുദ്ധീകരാത്മാക്കൾക്ക് അല്ലെങ്കിൽ സഹനസഭയ്ക്ക് ദൈവം പൊതുവായി നൽകുന്നു. അതുകൊണ്ട് ഈ സഭാ കൂട്ടായ്മയിൽ വേണം ശുദ്ധീകരണ സ്ഥലത്തെ മനസ്സിലാക്കാൻ. അല്ലാതെ ഞാൻ എൻ്റെ വല്യപ്പന് വേണ്ടി അപ്പന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബിസിനസ് അല്ല ഇത്. അന്തിമമായി ഇത് സഭയുടെ മാധ്യസ്ഥമാണ് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് അതിൻ്റെ കൃപ ലഭിക്കുന്നു. അവർക്ക് പകരമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ രക്ഷയ്ക്ക് കാരണമാകുമ്പോൾ നമ്മുടെ രക്ഷയും കൂടി നമ്മൾ ഉറപ്പുവരുത്തും. അതാണ് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മെച്ചം. അത് ഇരട്ടി ഫലം ചെയ്യും. ഒന്ന്, ആ ആത്മാക്കളെ രക്ഷിക്കുന്നു. ആ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തെ ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നു എന്നാണ് വിശുദ്ധന്മാർ പറഞ്ഞത്. അതായത് ഒരു ശുദ്ധീകരാത്മാവ് അനുഭവിക്കുന്ന വിഷമവും വേദനയും അതെത്ര വലുതാണെന്ന് ദൈവത്തിനറിയാം.
അത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് അതില്ലാതാക്കി ഒരാത്മാവിനെ രക്ഷിക്കാൻ കഴിയുമ്പോൾ സത്യമായും അത് നമ്മുടെ തന്നെ ആത്മരക്ഷയ്ക്ക് നിമിത്തമായി തീരുന്നു എന്നുള്ളതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വെറുതെ കടലിലെറിഞ്ഞതുപോലെയല്ല. അത് ആത്മാക്കളെ രക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ തന്നെ രക്ഷയ്ക്കത് വലിയ കരുതൽ നിക്ഷേപമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ കരുണയുടെ വർഷത്തിൽ ആ ഒരു ലക്ഷ്യം പ്രത്യേക നിയോഗം നൽകി നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം ഇതാണ്. സിസ്റ്ററോടാണ് ചോദ്യം. സിസ്റ്ററിൻ്റെ ധ്യാന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ കരുണ കിട്ടിയാൽ മാത്രം ജീവിതം നേരെയാകുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള പലരും ആ ധ്യാനത്തിലൂടെ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ കരുണ ഏറ്റുവാങ്ങുന്നത് കണ്ടിട്ടുണ്ടാവും. ചില അതിനെപ്പറ്റി ചുരുക്കമായിട്ട് മനുഷ്യൻ്റെ ആ നിവൃത്തികേടുകളെ പറ്റി ഒന്ന് പറയാമോ, ദൈവം ഇടപെടുന്ന വഴികൾ? ചില ആൾക്കാർ ഞാൻ ഓർക്കുന്നു, കുറേ അധികം ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും ഒരുപാട് പരിഹാര പ്രവർത്തികളും ഉപവാസവും ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടും ദൈവസാന്നിധ്യ അനുഭവം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില മേഖലകളിൽ ഒരു ഉയർച്ച, ഭൗതിക തലത്തിലാണെങ്കിലും ഒരു ഉയർച്ച കിട്ടുന്നില്ല, ഒരു ആത്മീയ ഏത് രീതിയിലും അവർക്കൊരു സംതൃപ്തി, അവരുടെ ജീവിതത്തിലൊരു സമാധാനം സംതൃപ്തിയൊക്കെ അനുഭവിക്കാൻ പറ്റാതെ ഒരു തരം നിസ്സംഗതയോടും ഒരു തരം നിശബ്ദമായി പോയ അവസ്ഥയിലൊക്കെ വരുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ഈ കർത്താവിൻ്റെ കരുണയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അവർ കുറേ കൂടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മറ്റെന്തിനേക്കാളും അധികം ഈശോയെ അങ്ങ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. പിന്നെ ഈശോയും ഞാനും ഒന്നായിട്ട് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് അവരങ്ങ് ഉയരുകയാണ്. അതുവരെയും ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കായിരുന്നു ഫോക്കസ് എങ്കിൽ പിന്നെ അതങ്ങ് മാറിയിട്ട് ഈശോയും ഞാനും ഒന്നായി തീരുന്നൊരു അനുഭവത്തിലേക്ക് അങ്ങ് അവർ മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ തന്നെ പരിഹാരം കണ്ടെത്തുന്ന ഒരു അനുഭവം തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചൂടെ വ്യക്തമാക്കേണ്ടത്, ഒരു ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ഒരുപാട് മനുഷ്യർ പലവിധത്തിലുള്ള പരിമിതികളും പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ അവർ വരുന്നതിൻ്റെ മുഖ്യ കാരണം തന്നെ അതാ. വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ മുഖ്യ ലക്ഷ്യം ആത്മീയമായിട്ടൊക്കെ മാറാം. എന്നാലും അവരുടെ ഭൗതിക ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുന്ന സൃഷ്ടി കണ്ടിട്ടില്ലേ? ഉദാഹരണം രോഗശാന്തികൾ, ആന്തരിക സൗഖ്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ മാറുന്നു, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, ജോലി തടസ്സം മാറുന്നു, ഇങ്ങനെയുള്ള മേഖലകളൊക്കെ കണ്ടിട്ടില്ലേ? അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഞാൻ ഓർക്കുന്നു, ഒരു 10 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. ഒത്തിരി അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു 10 ലക്ഷം രൂപയിലധികം അവർ ട്രീറ്റ്മെൻറ്റിന് ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി. പക്ഷേ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, കുറേ അധികം ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനുശേഷം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ദൈവകരുണ സ്വീകരിക്കുന്നതിനുള്ള വലിയ തടസ്സം പാപമാണ്. അപ്പോൾ പാപം മാറിക്കഴിയുമ്പോൾ ആ കരുണയുടെ ഒഴുക്ക് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുമ്പസാരം കഴിയുമ്പോൾ തന്നെ പലരും കുമ്പസാരിക്കാനൊക്കെ ചെല്ലുമ്പം വളരെ ഒഫീഷ്യലായിട്ട് അങ്ങ് പോയാലും പിന്നെ എഴുന്നേറ്റ് വരുന്നത് കരഞ്ഞ് ടവലൊക്കെ നനഞ്ഞ് കുതിർന്ന് അത്രയും അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ആ സമയം തന്നെയും ഒരിക്കലും ഞാൻ ഓർക്കുന്ന ഒരു സഹോദരൻ കുമ്പസാരിച്ച് വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വിസ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഫോൺ വന്നു. വർഷങ്ങളായി നമ്മളെല്ലാ ധ്യാനത്തിലും കൺവെൻഷനിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്, കുമ്പസാരം കഴിഞ്ഞ ശേഷമാണ് ഒരുപാട് ഹീലിംഗ് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പാപം നീങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിലേക്കുള്ള ഐക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റു ബ്ലോക്കുകളിലും ദൈവം ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു വലിയ ബോധ്യം നമുക്ക് അല്ലേ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ 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 പറഞ്ഞ പോലെ, അതായത് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നവൻ ദൈവരാജ്യത്തിലായി. ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം ഭരിക്കണവന്. ദൈവം ഭരിക്കുമ്പോൾ ഡിസോർഡർ അല്ല, ഓർഡറാകും. അതാണ് ഈ കാണുന്നത്. തങ്കച്ചായനോട് ഒരു ചോദ്യം കൂടെ. ഇടുക്കി നിന്നാണല്ലോ വരുന്നത്. ഇടുക്കി വളരെ പ്രമാദമായ ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ അതൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ പ്രകൃതി ഒരു പ്രകൃതി ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പം മാർപ്പാപ്പ തന്നെ പ്രകൃതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയോട് മനുഷ്യൻ കരുണ കാണിക്കേണ്ടതല്ലേ? എന്തുമാത്രം കരുണ കാണിക്കുന്നുണ്ട്, എന്തുമാത്രം ക്രൂരത നടക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ആളുകൾക്ക്? പലപ്പോഴും എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൊരു വിഷയമാണ്. എൻ്റെ കാരണം ഞങ്ങളുടെ ഇടുക്കി ഡാം പണിതോടുകൂടി തന്നെ അതിൻ്റെ കാശ്മീർ ഏരിയയിലുണ്ടായിരുന്ന വനം ഏതാണ്ട് 25 കിലോമീറ്റർ നീളവും 25 കിലോമീറ്റർ വീതിയിലുള്ള വനം ഭൂമി വെള്ളത്തിലടിയിലായിപ്പോയി. പിന്നെ കൂടാതെ അത് ഞാൻ പറയുന്നതൊക്കെ അനിവാര്യമായിട്ട് ചെയ്തതായിരിക്കാം. പക്ഷേ മാർപ്പാപ്പയുടെ വീക്ഷണവും സഭയുടെ വീക്ഷണവും അനുസരിച്ച് വരുമ്പോൾ ഇവിടെയൊക്കെ സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളേറെ എനിക്ക് പ്രയാസം തോന്നിയൊരു കാര്യമാണ് കുരുമുളക് കരിഞ്ഞുപോയി 86-ലെ വരൾച്ചയ്ക്ക്. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആൾക്കാരോട് കൂടിയപ്പോൾ പറഞ്ഞു, ഏതായാലും കുരുമുളക് കരിഞ്ഞെങ്കിലും നമ്മൾ ദുഃഖിക്കേണ്ട,
നമ്മളെ ആശ്വാസം നമുക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു ചെറിയ ടോക്ക് കൊടുത്ത് അവരെ ഉണർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ? അപ്പോഴാണ് അവരടുത്ത് പങ്കുവയ്ക്കാൻ തുടങ്ങി. 10 സെൻറ്റ് സ്ഥലമുള്ളവന് 10,000 രൂപ കൊടുത്തുകൊണ്ട് കഞ്ചാവ് കൃഷിക്കാരൻ കഞ്ചാവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദാരിദ്ര്യം മാറും. ഇത്രയും സിമ്പിളാണ് മനുഷ്യരെ. അവിടെ പരക്കെ കഞ്ചാവ് കൃഷി വന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത്രമാത്രം വചനം പ്രഘോഷിച്ചിട്ടും സ്വന്തം കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ കുരുമുളക് കരിഞ്ഞതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കണ്ടത് ആയിരക്കണക്കിന് മനുഷ്യനെ നശിപ്പിക്കുന്ന കഞ്ചാവ് കൃഷിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തിയത്. ഇത് കേരളത്തിലെ സഭയിൽ കരുണ ലഭിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വിരളമെന്നാണ് എനിക്ക് മനസ്സിലായത്. രണ്ടാമത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പല വീടുകളിലും ചെല്ലുമ്പോഴേ കൃഷി പാവയ്ക്ക കൃഷി ചെയ്യുന്നു. പാവൽ കൃഷി ചെയ്യുന്നത് മാർക്കറ്റിലയക്കാൻ പ്രത്യേകം, വീട്ടുകാര്യത്തിന് പ്രത്യേകം. കാരണം അതിന് മറ്റേ വിഷമടിച്ചതാണ്. ഇത് ക്രിസ്തീയ കുടുംബങ്ങൾ വരെ കാണുന്നുണ്ട്. ഇതിൻ്റെ രഹസ്യം നമ്മളിപ്പോഴും ദൈവത്തിൻ്റെ കരുണ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. എന്നാൽ എനിക്കറിയാവുന്ന ധാരാളം മനുഷ്യരുണ്ട്, വേറെ ചിലരുണ്ട്, എന്തെല്ലാം സംഭവിച്ചാലും ശരി യാതൊരു കാരണവശാലും വിഷമടിക്കാതെ കൃഷി ചെയ്യുന്നവർ. അതോടൊപ്പം ഏലത്തോട്ടത്തിൽ പോലും അങ്ങനെയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വളരെയധികം വലിയ ഏരിയ തോട്ടമുള്ള ഒരാൾ, വലിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരിക്കലും അതിനകത്ത് കൃത്രിമ വളങ്ങൾ ചേർക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ തോട്ടം മനോഹരമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കാരണം ഇതാണ്, മനുഷ്യന് അവൻ്റെ മണി ബേസ്ഡ് മനസാക്ഷി ആയതുകൊണ്ട് പ്രകൃതിയെ പീഡിപ്പിക്കുന്നതിന് ഒരു വിഷമമില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പ്രകൃതിയെ ഒത്തിരി മലിനീകരിക്കുന്നുണ്ടല്ലോ. അത് പറയാൻ അതാ ഞാൻ പറയാൻ വന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നൊരു വലിയ കാഴ്ചയാണ് പലയിടത്തും മാലിന്യങ്ങൾ ഒഴുകി വരുന്ന കാഴ്ച. അത് ഇടുക്കിയേക്കാൾ ഉപരി ഞങ്ങൾക്ക് കാണാവുന്നത് എൻ്റെ ആലപ്പുഴയാണ്. ആലപ്പുഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ അവിടെ കനാലുകളുണ്ട് ധാരാളം. എല്ലാ കനാലും തന്നെ മലിനമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ വേസ്റ്റ് സ്കൂട്ടറെ കൊണ്ടുവന്നിട്ട് നേരെ തോട്ടിലേക്ക് ഇടുന്നത്. ഇതിങ്ങനെ എടുത്ത് നിറയുന്നൊരവസ്ഥ. ഇത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞ് ഇക്കാര്യത്തിൽ കുമ്പസാരിക്കേണ്ട ഭാവമാണെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, അടിസ്ഥാനപരമായി ഇപ്പോഴും മാറ്റം വരേണ്ട ഒരു മേഖലയാണത്. അവിടെ മാറ്റം വരണമെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ ഈ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കിട്ടുന്ന രോഗം, ആ വെള്ളം ചെന്ന് എത്തിടുന്നൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് ഓരോരുത്തരും സ്വന്തം ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ചില ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ ഈ കെമിക്കൽസാണ് ഏറ്റവും കൂടുതൽ ശല്യം. കയർ ഫാക്ടറിയിൽ ഈ കെമിക്കൽസ് എല്ലാം തന്നെ ഈ തോട്ടിലേക്കാണ് അയച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മത്സ്യ സമ്പത്തൊന്നുമില്ല, പാവപ്പെട്ടവരൊക്കെ വിഷമിക്കുക. അതോടൊപ്പം തന്നെ ആ വെള്ളം അടുത്തുള്ള ബോർവെല്ല് പോലും കുഴിക്കാൻ പറ്റാത്ത പരുവത്തിലെത്തി. ഇത് പ്രകൃതിയോട് ചെയ്തൊരു ക്രൂരതയാണ്. ഈ കരുണാ വർഷത്തിലെങ്കിലും നമ്മുടെ ഓരോ കുടുംബത്തിലും ഈ വലിച്ചെറിയൽ സംസ്കാരം, മാർപ്പാപ്പ പറഞ്ഞ ഭാഷ, മാർപ്പാപ്പയുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, അത് നിർത്തേണ്ടതാണ്. തന്നെയുമല്ല, വളരെയധികം ഗവൺമെൻറ് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ വരുന്ന കരുണ വന്നു കഴിഞ്ഞാലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പ്രകൃതിയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരങ്ങൾ, പണ്ടൊക്കെ മരം വെട്ടുക എന്ന് പറയുന്നത് ഒരുവിധം വലിയ മരങ്ങളൊക്കെ വെട്ടത്തുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, ഒരു പട്ടളയ്ക്കൊരു ആഞ്ഞിലി കൊള്ളാമെങ്കിൽ അവൻ അത് വെട്ടിയെടുക്കുക. അടുത്ത ജനറേഷന് ആ മരം ഉപയോഗിക്കണമെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. ഇങ്ങനെ പ്രകൃതിയോടുള്ള ക്രൂരത വർദ്ധിച്ചു വരികയാണ്. അത് കുറയുന്നുണ്ടോ എന്ന് എനിക്ക് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. എന്നാൽ വളരെ വിരളമായിട്ട് ഒരു 5% മനുഷ്യരെങ്കിലും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കൾ ആയിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാതെ മരങ്ങൾ വെട്ടാതിരിക്കുക, അല്ല മരം നട്ടുപിടിപ്പിക്കുക, ഇങ്ങനെയുള്ളതിനകത്തൊക്കെ കുറച്ചുകൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ മലിനീകരണത്തിൻ്റെ കാര്യത്തിലാണ് യാതൊരു മാറ്റം ദയയില്ലാത്തത്. മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ വെള്ളം കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ പിന്നെ ബോർവെല്ല് കുഴിക്കുക എന്ന് പറയുന്നത് യാതൊരു തത്വദീക്ഷയില്ലാതെയായി. ഓരോ തോട്ടത്തിലും 4-5 എണ്ണം കുഴിച്ചു കഴിഞ്ഞാൽ പരിസരത്തുള്ള പാവപ്പെട്ടവർക്ക് ആർക്കും വെള്ളം കിട്ടാത്തൊരു പരുവത്തിലെത്തി. ഈ കരുണയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവമാണ് അനുരഞ്ജനം. ആ ദൈവത്തോടുള്ള അനുരഞ്ജനം സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹജരോടുണ്ടാവും, സഹജീവികളോടുണ്ടാവും, പ്രകൃതിയോടുണ്ടാവും. ഈ വൈദികരോട് ശിഷ്യേശ്വരോട് ഞാൻ പറയും, വൈദികരുടെ ശിഷ്യേശ്വരം കൂടുതൽ കരുണ കാണിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ചർച്ച ചെയ്തു. തിരിച്ച് അവരോട് സമൂഹവും കുറച്ചുകൂടെ കരുണ കാണിക്കേണ്ട മേഖലകൾ ഇല്ലേ? കുടുംബവും മാതാപിതാക്കളും എല്ലാം വിട്ട് ജനത്തിന് വേണ്ടി മാത്രം വരുന്നവരാണ് അവർ. അവരോട് കരുണ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക്കാരാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോഴേ നവീകരണത്തിൽ വന്നവർ വൈദികരെ ന്യായീകരിച്ചും അഥവാ ഒരു പെശക് പറ്റിയാൽ അവരെ നീതീകരിച്ചും. അല്ലെങ്കിൽ എനിക്കറിയാവുന്നൊരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ ചില പള്ളികളിലൊക്കെ പോസ്റ്റർ വരെ അട്ടിച്ച് അച്ഛന്മാരെ അധിക്ഷേപിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവിടുത്തെ നവീകരണത്തിൽ വന്ന മനുഷ്യരെ തീർച്ചയായിട്ടും അച്ഛന്മാരുടെ പക്ഷത്തിൽ നിന്ന് സഹായിച്ചിട്ടുള്ള എനിക്കറിയാം. നമ്മളൊന്ന് ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ്. ഡോക്ടർ സാറിനോട് ചോദിക്കട്ടെ, അദ്ദേഹം ഒരുപാട് ഈ നിസ്സഹായരെ സഹായിക്കുന്ന ഒരാളാണ്. സാധാരണ ആളുകൾ ചെയ്യാൻ പഠിക്കുന്ന, മക്കളെ പോലും ഉപേക്ഷിക്കുന്ന വ്യക്തികളെ കുളിപ്പിച്ചും മുടിവെട്ടി കൊടുത്തും ഭക്ഷണം കൊടുത്തും മരുന്ന് കൊടുത്തും ഒക്കെ സഹായിക്കുന്ന ആളാണ്. സ്വമനസ്സ് ആരും പറഞ്ഞിട്ടല്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് തരുന്ന ഒരു ആത്മസന്തോഷമില്ലേ?
അതൊന്ന് ഞങ്ങളുമായിട്ട് എല്ലാ കേൾവിക്കാരുമായിട്ട് പങ്കുവെക്കാമോ? ഞാൻ ടി ബി രോഗികളെ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അവരുടെ കവിളിൽ ഉമ്മ വെച്ച് കൊടുക്കും. പ്രകടമായിട്ട് മറ്റുള്ള ശുശ്രൂഷകരെല്ലാവരും കാണുക തന്നെ. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അതെ. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഉവ്വ. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മനസ്സിന് തരുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം ആ അതെന്താണെന്ന് അനുഭവമാണ്. ആ അനുഭവം ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കാരണം അത്രമാത്രം മാനുഷിക ബുദ്ധിക്ക് ഒതുങ്ങുന്ന ഒരു പ്രവൃത്തിയല്ല നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും HIV പേഷ്യൻസിൻ്റെ അടുത്ത് ചെന്നാൽ നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. കാരണം അവരുടെ ശരീരം എപ്പോഴും ഇങ്ങനെ വിയർത്തൊലിച്ച രീതിയിലുള്ള ഒരു ശരീരമായിരിക്കാം. നെറ്റി വിയർക്കുക, കാരണം പനിയുണ്ടാകും, ചുമയുണ്ടാകും. അവരും TB പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനും കുഷ്ഠം ബാധിച്ച രോഗികളുടെ കൈമുത്തുവാനും ഇതെല്ലാം സാധിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വലിയ ദൈവാനുഭവം. ആ ദൈവാനുഭവം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയില്ല. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ കണ്ണ് നിറയും. അനേക കുടുംബങ്ങളിലെ അംഗങ്ങളല്ലേ ഇപ്പോൾ നിങ്ങളെപ്പോലെ ഉള്ളവർ ശുശ്രൂഷിക്കുന്ന ആളുകൾ. അതെ അതെ അതെ. അപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉവ്വ മക്കളും ഒക്കെ കുറച്ചുകൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഉവ്വ. ഇവരെയൊക്കെ വീട്ടിൽ നിർത്തി സംരക്ഷിക്കാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഇതുപോലെ അനാഥരും ഉവ്വ. ആരും നോക്കാനില്ലാത്തവരുമായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഉണ്ടാകുമായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാകുമായിരുന്നില്ല. ഒത്തിരി അഗതി മന്ദിരങ്ങൾ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ അൽമായ ശുശ്രൂഷ രംഗത്തൊക്കെ ഒത്തിരി പേര് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അവർക്ക് ശുശ്രൂഷ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ മുടി വെട്ടാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ മാതാപിതാക്കളോടും നമ്മൾ സംസാരിക്കുമ്പോൾ ചിലരെല്ലാം കരയുന്ന, മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറൊരു അവസ്ഥയിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചില ഓർഫനേജുകളിൽ മാതാപിതാക്കളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫോറിനിലായിരിക്കാം, അല്ലെങ്കിൽ ചിലതൊക്കെ സാഹചര്യം സാഹചര്യം കൊണ്ടായിരിക്കും. കൊണ്ടായിരിക്കാം. സാറിനെ പോലെ ഉള്ളവർ ചെയ്യുന്നത് വളരെ മഹനീയമായ ഒരു കൃത്യമാണ്. അധികം പേർക്ക് ചെയ്യാൻ കഴിയാത്തതാണ്. അതോ അതിനുമാത്രം ദൈവകൃപ നിറഞ്ഞാൽ മാത്രം സാധിക്കുന്നതാണ്. ഞങ്ങൾ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് സമാപിപ്പിക്കാനുള്ള സമയമായും തോന്നി എപ്പിസോഡ്. പൾമളച്ചൻ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്ത് അച്ഛൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്തതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് പ്രപഞ്ചത്തോടുള്ള നമ്മുടെ കരുണ. പരിശുദ്ധ പിതാവ് ലൗദാത്തോ സി എന്ന് പറഞ്ഞ ഒരു ചാക്രിക ലേഖനം തന്നെ എഴുതി. നാം അധിവസിക്കുന്ന ഭൂമി അത് ദൈവം തീർത്തൊരു ദേവാലയമാണ് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഒരു ദേവാലയമായിട്ട് ഈ പ്രപഞ്ചത്തെ കരുതുക. ദൈവവും മനുഷ്യരും ഒന്നിച്ച് വസിക്കുന്ന ദേവാലയം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ദേവാലയത്തെ പരിശുദ്ധമാക്കാൻ, മനോഹരമാക്കാൻ നാം എല്ലാം എത്രയേറെ വ്യഗ്രതപ്പെടുന്നു. എങ്കിൽ അതിനേക്കാളും ആത്മാർത്ഥതയോടെ സജീവ ദൈവവും സജീവ മനുഷ്യരും ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് കരുതൽ വേണ്ട. ഇമ്മാനുവൽ ലെവിനാസിൻ്റെ ഒരു ചിന്തയുണ്ട്, ഒരു തേർഡ് പേഴ്സൺ എത്തിക്സ്. ഞാനും എൻ്റെ വീട്ടുകാരും മാത്രം ജീവിച്ചാൽ പോരാ, വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാനുണ്ട്. അവരാണ് തേർഡ് പേഴ്സൺ. മൂന്നാമതൊരാൾ അവന് കൂടി അവകാശപ്പെട്ടതാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എൻ്റെ വീട്ടിൽ 4 കാർ ഒന്നിച്ചോടിച്ച് ഞാൻ തീർക്കരുത്. അത് ചിലപ്പോൾ 200 കൊല്ലത്തേക്ക് വേണ്ടി ദൈവം കരുതി വെച്ചതാണ് ഈ പ്രകൃതി ഉത്ഭവങ്ങൾ. അത് ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ഇങ്ങനെ വിനിയോഗിക്കുമ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തെ കൂടുതൽ കരുതലോടെ സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വം നഷ്ടപ്പെടും. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അടുത്ത തലമുറകൾക്ക് ജന്മം നൽകുന്ന ഈ തലമുറയാണ്. അതെ അതെ. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്ക് ജന്മം കൊടുക്കുന്നവർക്ക് ഉണ്ട്. ബാക്കി വെച്ചില്ലെങ്കിൽ പോലും അവർക്ക് ജീവിതം അസാധ്യമാകുന്ന ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും ഇവിടെ ഉണ്ടാക്കാതിരിക്കാനെങ്കിലും നമുക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആധ്യാത്മികതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് നമ്മുടെ തോടും പുഴയും കടലും വായുവും ഓസോൺ പാളിയും അടക്കം മലിനമാക്കുന്ന നമ്മുടെ ഈ ഒരു ഭീകരമായ മനസ്സ്, അത് ഭയങ്കര മതതീവ്രവാദികൾ ഇതിനേക്കാളും വലിയ കൊടും ഭീകരതയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞത് വളരെ സത്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഈ കരുണയുടെ വർഷത്തിൻ്റെ ഒരു പ്രധാന അജണ്ട തന്നെയാണ്. നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക, മറ്റൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനകത്ത് മാലിന്യം ചേർക്കാതിരിക്കാനുള്ള മനസ്സ്, അതുപോലെ
കേരളത്തിലെ സഭ വിചാരിച്ചാൽ എല്ലാ ഇടവകളിലും ഒരു 4-5 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യാനും മാലിന്യ വിമുക്തമായി കീടനാശിനി വിമുക്തമായിട്ട് ഇത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ എത്രയോ ഉദാഹരണം ടൺ പറയാച്ചാ, നമ്മളുടെ ഞായറാഴ്ച പള്ളി കഴിയുമ്പോൾ ആ പള്ളിയിൽ തന്നെ ഇത് വിറ്റുപോകും. തീർച്ചയായും അത് വാങ്ങാനും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും നടക്കും. അതൊക്കെ പ്രായോഗികമായ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ പള്ളിയിലുണ്ട് അച്ഛാ. ആ, അപ്രകാരമുള്ള ചില സാമൂഹിക ഇടപെടലുകൾ ക്രിയാത്മകമായി ഈ കാരുണ്യ വർഷത്തിൽ ഉയർന്നു വരേണ്ടതാണ് എന്നുകൂടി നമ്മൾ ഈ ചർച്ചകളിലൂടെ നിഗമനത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന്, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവരാണ് നമ്മൾ. ആ കരുണ നേടിയെടുക്കാൻ ഈ ഒരു വർഷം പ്രത്യേകമായ അവസരങ്ങളുണ്ട്. രണ്ടാമത്, നമ്മൾ കരുണ കാണിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അതിൽ ചിലത് ഒരു പൈസ ചെലവും ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, രോഗികളോട്, വൃദ്ധരോട്, തൊഴിൽ ശാലകളിൽ, നമ്മുടെ അടുത്ത് സഹായത്തിന് വരുന്നവരുടെ അടുത്തൊക്കെ, അതുപോലെ പ്രകൃതിയോടൊക്കെ പണച്ചിലവില്ലാതെ തന്നെ നമുക്ക് കരുണ കാണിക്കാം. വ്യക്തിപരമായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടവരും ആ കരുണ നേടിയെടുത്തിട്ട് മറ്റുള്ളവരുടെ കരുണയോടെ പെരുമാറേണ്ടവരും അതിനുള്ളൊരു പ്രചോദനം ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാകട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ സെഷന് അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞങ്ങളുടെ ഈ പ്രവൃത്തിത്തെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വെളിച്ചം തന്നു. കൂടുതൽ കരുണ കിട്ടേണ്ട മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പാപത്തിൻ്റെ മാലിന്യം നീക്കിക്കഴിഞ്ഞാൽ ദൈവം കരുണ കാണിച്ച് അനേക പ്രശ്നങ്ങൾ അതിനാൽ തന്നെ പരിഹരിച്ചു തരുമെന്നുള്ള വലിയൊരു ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടി. ഈ അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും അടുത്ത തലമുറയുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടി. കർത്താവേ, അങ്ങനെ പല വിധത്തിൽ ഞങ്ങളുടെ ചർച്ച ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളതിന് നന്ദി പറയുന്നു. ഞങ്ങളെ നയിച്ചതിന് കർത്താവെ, ഞങ്ങളെ ഒരിക്കൽ കൂടി അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ പാപത്തിൻ്റെ കാലിക ശിക്ഷ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണ കിട്ടേണ്ട സർവ്വ വ്യക്തികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പാപികളായിട്ടുള്ളവരെ, മനസാന്തരം വേണ്ടവരെ, രോഗികളെ, ഹൃദയം തകർന്നവരെ, സാമ്പത്തികമായി പരാധീനപ്പെട്ടവരെ, ബാധ്യതയിലായിരിക്കുന്നവരെ, കുടുംബം തകർന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരം ഉയർത്തി ഈ ലോകത്തെ ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.